സിനിമയുടെ തുടക്കത്തിൽ കുറച്ചു പേരെയാണ് കാണുന്നത്. അവർ വിൽക്കാനായി ഐസ് എടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ ക്രിസ്റ്റോഫും സെന്നും ഉണ്ടായിരുന്നു. ഈ രാജ്യത്തെ രാജാവിന് 2 മക്കളാണ്, എൽസയും അന്നയും. എൽസയ്ക്ക് പ്രത്യേക കഴിവുകളൊക്കെയുണ്ട്. അവൾക്ക് ഐസൊക്കെ ഉണ്ടാക്കാനാവും. അങ്ങനെ ഒരു ദിവസം അന്ന എൽസയെ കളിക്കാൻ വിളിക്കുകയാണ്. അതിനിടയിൽ എൽസയുടെ കാല് തെറ്റി അന്നയുടെ നേരെ ഐസ് പോവുകയാണ്. അങ്ങനെ അവിടെ അന്ന ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് അന്നയെ കാട്ടിലുള്ള ഒരു വൈദ്യൻ്റെ അടുക്ക കൊണ്ടുപോവുകയാണ്. അതിനു പിന്നാലെ ക്രിസ്റ്റോഫും സെന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വൈദ്യൻ്റെ അടുക്ക എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മുടെ എൽസയുടെ ഈ മന്ത്രത്തിൻ്റെ ഓർമ്മകളൊക്കെ നശിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ എൽസയ്ക്ക് ഉണ്ടാകുന്നത് ഭയമാണ്, അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ എൽസയെ ഒരു റൂമിലേക്ക് ആക്കുകയാണ്. കാരണം അവളുടെ ഈ ശക്തി കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ്. എന്നാൽ ദിവസം കൂടുന്തോറും എൽസയുടെ ശക്തി അവൾക്ക് നിയന്ത്രിക്കാതെ ആവുകയാണ്. അവൾ എന്ത് തൊട്ടാലും അത് ഐസായി മാറുന്നു. ഇപ്പോൾ അവൾ രാജാവായ അവളുടെ അച്ഛനോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ അവളുടെ അച്ഛൻ അവളുടെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതും കയ്യിലിട്ട് അവൾ സന്തോഷത്തോടെ അവിടുന്ന് കളിച്ചിരിക്കുകയാണ്. പിന്നീട് ആ സീൻ അവിടെ വെച്ച് കട്ടാവുന്നു. ഇപ്പോൾ കാണിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ചേർന്നൊരു ബോട്ട് യാത്രക്ക് പോകുന്നു. ആ യാത്രയിലുള്ള അപകടത്തിൽ അവിടുത്തെ രാജാവും രാജ്ഞിയും മരിച്ചു പോവുകയാണ്. ഇപ്പോൾ എൽസയാണ് ആ രാജ്യത്തെ രാജ്ഞിയാവേണ്ടത്. അതിനുള്ള ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. കുറേ പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ഈ രാജ്യവുമായി നല്ല കച്ചവടം ചെയ്യുന്ന ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരാളും ഉണ്ട്. അങ്ങനെ അന്ന കുറേ ആൾക്കാരെയൊക്കെ കാണാമെന്ന് കരുതി പുറത്തേക്ക് പോയി സന്തോഷത്തോടെ കഴിയുന്നു. എന്നാൽ എൽസയ്ക്ക് പേടിയാണ്. കാരണം അവളുടെ ശക്തി തന്നെയാണ്. ആരെങ്കിലും ഇതറിഞ്ഞാൽ അവളെ ഭയക്കുമല്ലോ എന്ന് അവൾ കരുതുന്നു. ഇപ്പോൾ അന്ന പുറത്തു പോകുമ്പോൾ മറ്റൊരു രാജ്യത്തെ രാജകുമാരനെ കാണുകയാണ്. അങ്ങനെ അവർ പ്രണയത്തിലാകുന്നു. ഇപ്പോൾ എൽസയുടെ രാജ്ഞിയാവേണ്ട ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെ അവൾ കിരീടവും ചെങ്കോലും കയ്യിൽ വെക്കുമ്പോൾ അത് ഐസായി തുടങ്ങുന്നു. അപ്പോൾ അടുത്തുള്ള ഒരാൾക്ക് അത് കൊടുക്കുന്നു. എന്നിട്ട് അവൾ വേഗം ആ ഗ്ലൗസ് ഇടുന്നു. അങ്ങനെ അന്നയും ആ രാജകുമാരനും കൂടി തീരുമാനിക്കുവാണ് അവരുടെ വിവാഹത്തെ പറ്റി. ഇത് എൽസയോട് പറയാൻ അന്ന ഓടിപ്പോവുകയാണ്. അങ്ങനെ എൽസയോട് അന്ന ഇത് അവതരിപ്പിക്കുന്നു. അപ്പോൾ എൽസ ഇതിന് തടയുകയാണ്. അങ്ങനെ എൽസ സമ്മതിക്കാത്തത് കൊണ്ട് അന്ന അവരുടെ പുറകെ തന്നെ പോകുന്നു. ഇപ്പോൾ എൽസ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ എൽസയുടെ ഗ്ലൗ പിടിച്ചിട്ട് അന്ന വലിക്കുകയാണ്. അങ്ങനെ അത് വലിച്ചതും എൽസ ഒന്ന് അമർത്തി കൈ വീശിയതും കുറേ മുള്ളു പോലത്തെ ഐസൊക്കെ ആയി വരികയാണ്. ഇതൊക്കെ കണ്ട് എല്ലാവരും പേടിച്ചിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നു ഇവളൊരു ഭീകരിയാണ്, രാക്ഷസിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ എല്ലാവരും അവഗണിക്കുവാണ്. എന്നാൽ അവൾക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ എൽസ എല്ലാവരും അവഗണിച്ചതുകൊണ്ട് അവിടെ വിട്ട് പോകുന്നു. അങ്ങനെ അവൾ പോകുന്ന സ്ഥലത്തൊക്കെ ഐസായി വരികയാണ്. അവൾ വെള്ളത്തിൽ ചവിട്ടിയതും അതൊക്കെ ഐസായി വരുന്നു. അവിടുത്തെ കാലാവസ്ഥയെ മാറുകയാണ്. ഇപ്പോൾ എല്ലാവരും പറയുകയാണ് ഇതിനൊക്കെ കാരണം എൽസയാണെന്ന്. അപ്പോൾ അന്ന പറയാണ് അല്ല, അവളോട് അറിയാതെ പറ്റിയതായിരിക്കും എന്നും പറഞ്ഞ് അവൾ അവളുടെ കുതിരക്കാരി എൽസയെ അന്വേഷിക്കാൻ പോകുന്നു. ഇപ്പോൾ എൽസ ഒരു മഞ്ഞുമലയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൾ മനസ്സിലാക്കുവാണ് എൻ്റെ ശക്തി കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് അവളുടെ സ്കില്ല് വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കുകയാണ്. ഒരു വലിയ കൊട്ടാരം തന്നെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ അന്ന പകുതി എത്തുമ്പോഴേക്കും അവളുടെ കുതിര അവളെ വിട്ടു പോകുന്നു. എന്നിട്ട് അന്ന ഇപ്പോൾ ഒരു കുടിലിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ ക്രിസ്റ്റോഫും വരികയാണ്. ഇപ്പോൾ ക്രിസ്റ്റോഫ് മഞ്ഞുമലേൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത്. ക്രിസ്റ്റോഫ് അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ ഐസൊക്കെ വിറ്റാണ് ജീവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയായതുകൊണ്ട് കച്ചവടമൊന്നും ഇല്ല, പണമൊന്നും ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം അന്ന എൽസയുടെ കാര്യം പറയുന്നു. കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പറ്റി പറയുന്നു. ഇപ്പോൾ അവർ 3 പേരും കൂടി എൽസയെ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവർ യാത്രയുടെ പകുതി എത്തി നോക്കുമ്പോഴേക്കും അന്ന നമ്മുടെ ക്രിസ്റ്റോഫിൻ്റെ ഒരു കാര്യം പറയുകയാണ്. ഞാനൊരു രാജാവിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവനെ വിവാഹം ചെയ്യാൻ എൽസയോട് ചോദിച്ചപ്പോൾ അവളത് നിരസിച്ചു എന്ന്. അപ്പോൾ ക്രിസ്റ്റോഫ് പറയുകയാണ് എൽസ പറഞ്ഞതാണ് ശരി. കാരണം എന്താ ആരാന്നൊന്നും അറിയാതെ എങ്ങനെ പെട്ടെന്ന് വിവാഹം ചെയ്യാനാണെന്ന്. അങ്ങനെ നമ്മുടെ സെന്നിന് എന്തോ അപകടം മണക്കുകയാണ്. അപ്പോൾ അവൻ വണ്ടി നിർത്തുന്നു. അതിനുശേഷം നിറയെ ചെന്നായകൾ വന്ന് അവരെ ആക്രമിക്കുകയാണ്. അപ്പോൾ സെന്ന് ഓടി വേഗം പോയി അപ്പുറത്തെ കുന്നുമ്മലേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ അവർ ആ ചെന്നായികളിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ അവരുടെ വണ്ടി നിലത്ത് വീണ് കത്തിയിരുന്നു. ഇപ്പോൾ അവർ നടന്ന് പോകുമ്പോൾ ഒരു സ്നോമാനെ കാണുകയാണ്. അവൻ പറയുകയാണ് എനിക്ക് ജീവൻ തന്നത് എൽസയാണെന്ന്. ഞാനിപ്പോൾ അവളുടെ അടുത്ത് പോവുകയാണ്. എനിക്ക് വേനലാക്കണം, ഈ മഞ്ഞൊക്കും വേണ്ട, വേനലാണ് നല്ല രസം എന്നൊക്കെ അവൻ പറയുന്നു. അവൻ കരുതിയത് വേനൽക്കാലമാ നല്ല രസമുണ്ടാവുക എന്നാണ്. ഇപ്പോൾ അന്ന പറയുന്നു ഞങ്ങളും അങ്ങോട്ടാണെന്ന്. എന്നാൽ കൊട്ടാരത്തിൽ നോക്കുമ്പോൾ അന്നയുടെ കുതിര ഇപ്പോൾ കൊട്ടാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കുതിരയുടെ കളി കണ്ടിട്ട് ആ
ഇവിടെയുള്ളവർക്കൊക്കെ മനസ്സിലാവുകയാണ് അന്ന ഏതോ അപകടത്തിലാണെന്ന്. അങ്ങനെ ആ രാജകുമാരനും പിന്നെ ഡ്യൂക്കിൻ്റെ കുറച്ച് പടയാളികളും ചേർന്ന് എൽസയെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അന്ന എൽസയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അന്ന എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. നീ ഒന്ന് പുറത്ത് വന്ന് നോക്ക്, എന്താ കാലാവസ്ഥ എന്നൊക്കെ. അപ്പോൾ എൽസ പറയുകയാണ്, ഞാൻ പുറത്തൊന്നുമില്ല, ഇനി എല്ലാവരും എന്നെ കുറ്റം പറയുന്നതാണ്, എൻ്റെ ശക്തി കൊണ്ട് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. എന്നാൽ അന്ന അതൊന്നും മൈൻഡാക്കാതെ അവളെ നിർബന്ധിക്കുവാണ്. അപ്പോൾ എൽസക്ക് ദേഷ്യം വന്നിട്ട് നിറയെ ഐസൊക്കെ വന്ന് അന്നയുടെ നേരെയാവുന്നു. അപ്പോൾ ക്രിസ്റ്റോഫ് അവളെ എഴുന്നേൽപ്പിക്കുവാണ്. അപ്പോൾ എൽസ അവരെ അവിടെ നിന്നും ഒഴിവാക്കേണ്ടിയിട്ട് ഒരു മോൺസ്റ്ററെ നിർമ്മിക്കുവാണ്. അതിൻ്റെ പേരാണ് മാഷ്മലോ. അങ്ങനെ അത് അവരെ അവിടെ നിന്നും പുറത്താക്കുകയാണ്. ഇപ്പോൾ അവർ സംസാരിക്കുന്നതിനിടയിൽ ക്രിസ്റ്റോഫ് അന്നയുടെ തലയിൽ വെളുത്ത നര കാണുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് ആ ആക്രമണത്താൽ ഉണ്ടായതാണെന്ന്. എന്നിട്ട് ആദ്യം കണ്ട ആ വൈദ്യരെടുക്ക പോവുകയാണ്. അവരാണ് അന്നയുടെ ആദ്യമുണ്ടായ അസുഖം ഭേദമാക്കിയത്. ഇപ്പോൾ അവരെ രണ്ടുപേരെയും കണ്ട് അവരൊക്കെ തെറ്റുധരിച്ച് ഇവരുടെ കല്യാണം നടത്താൻ പോവുകയാണ്. അപ്പോൾ അന്നക്ക് നല്ലോണം പനിയായി അവൾ നിലത്ത് ബോധം കെട്ട് വീഴുന്നു. ഇപ്പോൾ ആ മൂത്ത വൈദ്യം പറയുകയാണ് എന്നെ കൊണ്ട് ഇത് ശരിയാക്കാനാവില്ല, ശരിയാക്കാൻ ഒരു സ്നേഹ ചുംബനം കിട്ടിയാൽ മതിയെന്നു. അപ്പോൾ ക്രിസ്റ്റോഫ് വിചാരിക്കുവാണ് ആ രാജകുമാരൻ്റെ അടുക്ക് അന്നയെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ക്രിസ്റ്റോഫ് അന്നയും കൂട്ടി ആ രാജകുമാരൻ്റെ അടുക്ക പോവുകയാണ്. എന്നാൽ അവരൊക്കെ നമ്മുടെ എൽസയുടെ കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൽസ ആ മോൺസ്റ്ററെ വെച്ച് അവരെയൊക്കെ ആക്രമിക്കുന്നു. ഇപ്പോൾ അവർ എൽസയെ ആക്രമിക്കാൻ നോക്കുമ്പോൾ അവളുടെ മാന്ത്രിക ശക്തി വെച്ച് എൽസ എല്ലാവരെയും തടയുന്നു. ഇപ്പോൾ ആ രാജകുമാരൻ പറയുകയാണ് നീ എല്ലാവരെയും വെറുതെ വിട്ടോ എന്ന്, അല്ലെങ്കിൽ നിന്നെ എല്ലാവരും മോൺസ്റ്ററായിട്ടാണ് കാണുക എന്ന്. അപ്പോൾ അന്ന എല്ലാം നിർത്തി വെക്കുന്നു. എന്നാൽ ഒരാൾ ഒരു ഐസിനെ അമ്പ് ചെയ്ത് അന്നയുടെ തലയിലേക്ക് വീഴുന്നു. ഇപ്പോൾ അവൾ മയങ്ങി വീണിരിക്കുകയാണ്. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കൊട്ടാരത്തിനുള്ളിലെ ജയിലാണ്. എന്നിട്ട് ആ രാജകുമാരൻ അവളുടെ അടുത്തേക്ക് വരുവാണ്. അവൻ പറയുകയാണ് നീ വേഗം ഇതൊക്കെ മാറ്റണമെന്ന്. അപ്പോൾ എൽസ പറയുകയാണ് എനിക്ക് മാറ്റുന്ന അറിയില്ല എന്ന്. ഇപ്പോൾ ക്രിസ്റ്റോഫ് അന്നയും കൂട്ടി അവിടെ എത്തിയിരിക്കുകയാണ് കൊട്ടാരത്തിലേക്ക്. എന്നിട്ട് അന്നയെ നേരെ നമ്മുടെ രാജകുമാരനെ ഏൽപ്പിച്ച് അവർ മടങ്ങുകയാണ്. അങ്ങനെ അന്ന നടന്ന കാര്യങ്ങളൊക്കെ രാജകുമാരൻ്റെ അടുത്ത് പറയുകയാണ്. ഇപ്പോൾ രാജകുമാരൻ അവളുടെ അടുത്ത് പോകുമ്പോൾ അവൻ പറയുകയാണ് നിന്നെ ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചതല്ല, എനിക്ക് ഈ രാജ്യത്തിൻ്റെ രാജാവാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. ഞാൻ ഏറ്റവും ഇളയവനായതുകൊണ്ട് എൻ്റെ രാജ്യം എനിക്ക് കിട്ടില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അന്നയെ അവിടെ നിന്നും പൂട്ടിയിട്ട് പോവുകയാണ്. അന്നക്കെന്നാൽ ഒരു സുഖമില്ലാത്തത് കൊണ്ട് അവൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ തന്നെ കഴിയുന്നില്ലായിരുന്നു. ഇപ്പോൾ ആ രാജാവ് പുറത്തു വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് അന്ന മരിച്ചുപോയി, കാരണം എൽസയെ നമുക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആപത്താണെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാം കൂടി എൽസയെ ഇല്ലാതാക്കാൻ പോകുന്നു. എന്നാൽ എൽസ അതിനു മുമ്പേ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇത് ക്രിസ്റ്റോഫ് നോക്കുമ്പോൾ മുകളിൽ നിന്നും ഒരു മേഘം കൂടി നിന്ന് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ക്രിസ്റ്റോഫ് മനസ്സിലാക്കുവാണ് അന്നക്കെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് അന്നയുടെ അടുത്ത് ആ സ്നോമാൻ വരുവാണ്. എന്നിട്ട് പറയുകയാണ് നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് ആ രാജകുമാരനല്ല ക്രിസ്റ്റോഫാണെന്ന് എന്നും പറഞ്ഞ് അന്നനെ ആ സ്നോമാൻ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. അവർക്ക് പുറത്ത് നിൽക്കാൻ തന്നെ ആവുന്നില്ലായിരുന്നു, നല്ല മഞ്ഞ് കാറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ രാജകുമാരൻ എൽസയോട് പറയുകയാണ് നീ കാരണം നിന്റെ അനിയത്തി മരിച്ചിരിക്കുവാണ്. അത് കേട്ടതും എൽസയ്ക്ക് വല്ലാതെ സങ്കടം വന്ന് അവിടെ ഇരിക്കുവാണ്. ഇപ്പോൾ അന്ന നോക്കുമ്പോൾ പുറകിൽ ക്രിസ്റ്റോഫ് ഉണ്ടായിരുന്നു. പിന്നീട് അന്ന കാണുന്നത് ആ രാജകുമാരൻ നമ്മുടെ എൽസയെ പുറകിൽ നിന്നും കൊല്ലാൻ പോകുന്നതാണ്. അങ്ങനെ എൽസ ഓടിപ്പോയി അതിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവൾ മുഴുവനായി ഐസായി പോകുന്നു. എന്നിട്ട് ആ വാൾ അവളുടെ കയ്യിൽ കൊണ്ട് പൊട്ടിത്തെറിച്ച് ആ രാജകുമാരൻ തെറിച്ചു പോവുകയാണ്. ഇപ്പോൾ എൽസക്ക് അത് കണ്ട് വല്ലാതെ സങ്കടം വരികയാണ്. എന്നിട്ട് അവളുടെ ഒരു കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അവൾ പഴയ പോലെ ആവുകയാണ്. ഇപ്പോൾ അവൾക്ക് മനസ്സിലായിരിക്കുവാണ് എൻ്റെ ശക്തിക്ക് പ്രതിരോധിക്കാൻ സ്നേഹം മാത്രമേ കഴിയൂ എന്ന്. അങ്ങനെ പിന്നീട് അവിടെയുള്ള എല്ലാം പഴയതുപോലെയാകുന്നു. ഇപ്പോൾ നമ്മുടെ സ്നോമാന് വേണ്ടി അവളൊരു മഞ്ഞ് മേഘത്തെ കൊടുക്കുകയാണ്. നമ്മുടെ ക്രിസ്റ്റോഫിന് ഒരു നല്ല വണ്ടിയും കൊടുക്കുന്നു. പിന്നീട് എൽസ പറയുന്നു ഡൂക്കുമായി ഒരു കച്ചവടത്തിനുമില്ല എന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നീട് കാണുന്നത് മോൺസ്റ്ററെയാണ്. അവൻ എൽസയുടെ കിരീടവും ചൂടി അവർ കൊട്ടാരത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.